ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ചർച്ച വന്ന ഒരു മഹാപുരുഷനാണ്. നബിതങ്ങളുടെ വംശപരമ്പരയിൽ അവിടുത്തെ കുടുംബത്തിൽ ജനിക്കും എന്ന് പറഞ്ഞ മഹാൻ. ഇതുവരെ ജനിച്ചിട്ടില്ല. ആരായിരിക്കും അത്, എന്തായിരിക്കും അവരുടെ പേര്, എങ്ങനെയാണിത് ഇമാം മഹ്ദിയാണെന്നറിയുക. കാരണം ഇമാം മഹ്ദി എന്ന ഒരു പേര് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഷിയാക്കളാണ്. ഷിയാക്കളുടെ പല വഴിപെട്ട വിശ്വാസങ്ങളുടെ ഭാഗങ്ങളിൽ ഒന്ന് ഇമാം മഹ്ദി വന്നിട്ടുണ്ട് എന്നവർ പറയാറുണ്ട്. 1000 വർഷമായി അദ്ദേഹം ഒളിച്ചിരിക്കുകയാണെന്നും ഒളിവിൽ നിന്ന് പുറത്തു വരുമെന്നൊക്കെ വിവിധങ്ങളായ ധാരണകൾ ഹുസൈനി പരമ്പരയിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് അവര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സ്വഹീഹായ ഹദീസുകളിലൂടെ വന്ന സിഹാഹ് സിത്തകളിലും അല്ലാത്ത ഗ്രന്ഥങ്ങളിലും വന്ന പ്രബലമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ആ മഹാനുഭാവൻ ആരായിരിക്കും, എവിടെയാണ് വരുന്നത്, എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് ഇവിടെ ചർച്ച നടക്കുമ്പോൾ ഒരുപക്ഷെ ആഗോള തലത്തിൽ മുസ്ലിം ലോകം എന്ന് മാത്രമല്ല ലോകത്തിന്റെ മൊത്തം വേൾഡ് പൊളിറ്റിക്സ്, ലോക രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ ആഴത്തിൽ ബന്ധിക്കുന്ന ഒരു ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അവിടുന്ന് പറഞ്ഞതെല്ലാം സംഭവിക്കാൻ പോകുന്നു. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ there are minor signs and major signs. നമ്മൾ അങ്ങനെയാണ് പറയാ. അലാമാത്തു സുഗ്റയുണ്ട്, അലാമാത്തുൽ കുബ്റയുണ്ട്. ചെറിയ അടയാളങ്ങളുണ്ട്, വലിയ അടയാളങ്ങളുണ്ട്. വലിയ അടയാളങ്ങൾ എന്ന് പറയുന്നത് the signs that are close to the end time. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സംവിധാനിച്ച, ദൈവം തമ്പുരാൻ സംവിധാനിച്ച ഈ പ്രപഞ്ചഘടന ഇന്ന് നാം കാണുന്ന അവസ്ഥയിൽ നിന്ന് മാറുകയും മനുഷ്യന് മരണശേഷം പുനരുദ്ധാരണം എന്ന ഡേ ഓഫ് റിസറക്ഷൻ, മരണാനന്തര ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. മനുഷ്യൻ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പടച്ചതമ്പുരാനോട് മറുപടി പറയേണ്ടി വരും എന്ന് ആഴത്തിൽ അറിയുന്നവരുമാണ്. ആ ഒരു പുനരുദ്ധാരണം നടക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിനൊരു നാശം വരും എന്ന് വിശുദ്ധ ഇസ്ലാം പറയുന്നു. Anything that has a beginning should have an end. ഇതൊരു കോമൺ യൂണിവേഴ്സൽ ഫാക്ട് ആണ്. ഏതൊന്നിന് ആരംഭമുണ്ടോ അതിന് അവസാനമുണ്ടാകും. ജനിച്ചവർക്ക് മരണമുണ്ട്, തുടങ്ങിയതിന് ഒടുക്കമുണ്ട്, ആരംഭത്തിന് അവസാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെറിയ അടയാളങ്ങളിൽ ആയിരക്കണക്കിന് അടയാളങ്ങൾ, അതിൽ പ്രബലമായ 100 അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അതെല്ലാം പുലർന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ചെറിയ അടയാളങ്ങൾ നമുക്ക് അത്ഭുതമായി തോന്നില്ലെന്നാണ്. They look something ordinary, not extraordinary. അങ്ങനെയാണ്, നമുക്കതൊരു അത്ഭുതമായിട്ട് തോന്നില്ല. അത് നമ്മുടെ മുമ്പിലുള്ളതല്ലേ, നമ്മൾ കാണുന്നതല്ലേ എന്ന് തോന്നില്ല. വലിയ അടയാളങ്ങൾ അങ്ങനെയല്ല. വലിയ അടയാളങ്ങൾ എണ്ണപ്പെട്ട വളരെ ചെറുത്, അന്ത്യനാൾ അടുക്കുമ്പോൾ മാത്രം പുലരുന്നത്, മസീഹു ദജ്ജാലിന്റെ വരവ് പോലെ, യജൂജ് മഅജൂജ് വരുന്നത്, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്, ദാബത്തുൽ അർള് എന്ന മൃഗമുണ്ടാകുന്നത്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത്, ഇതൊക്കെ വലിയ അടയാളങ്ങളാണ്. ചെറിയ അടയാളങ്ങളെയും വലിയ അടയാളങ്ങളെയും ബന്ധിപ്പിക്കുന്നതിന്റെ ഉള്ളിലെ കണ്ണിയാണ് മഹാനായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു. ഇമാം മഹ്ദി തങ്ങൾ വരുന്നതിന്റെ ശേഷമാണ് വലിയ അടയാളങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോ ചെറിയ അടയാളങ്ങൾ മുഴുവൻ കഴിഞ്ഞ് വലിയ അടയാളങ്ങൾ ആരംഭിക്കാനിരിക്കുമ്പോ മസീഹു ദജ്ജാലിന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും വരവിനിടയിൽ സംഭവിക്കുന്ന 7 വർഷത്തെ ഒരു ഖിലാഫത്തിന്റെ കാലമാണ് ഇമാം മഹ്ദിയുടെ കാലം. ഈ വിഷയം നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമ്പോ വളരെ വേദനയോടുകൂടെ ജീവിക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങളിലെ നിരപരാധികളായ ആളുകൾ, നീതി ലഭ്യമല്ലാതെ ജയിലുകളിൽ ഒരു കാരണവുമില്ലാതെ ജീവിക്കുന്ന എത്രയോ നിരപരാധികൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ഭരണക്രമം പോലുമില്ലാതെ വിഷമിക്കുന്ന ജനസമൂഹങ്ങൾ, അവർക്കൊക്കെ ഒരു വേള പ്രതീക്ഷയുടെ, ആശയുടെ തെരിതെളിയാൻ ഈ ചർച്ച ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മഹ്ദി മിന്നി മിൻ ആലിൽ ബൈത്ത്. ഇമാം മഹ്ദി എന്റെ ബന്ധുവാണ്, എന്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അജ്ലൽ ജബ്ഹ, നെറ്റി വിശാലമായവർ, വിശാലമായ നെറ്റിത്തിടമുള്ളവർ. അഖ്നൽ അൻഫ്, ഉയർന്നു നിൽക്കുന്ന മനോഹരമായ മൂക്കുള്ളവർ. മൂക്കിന്റെ അവസാന ഭാഗം, തെല്ല് ഭാഗം എന്ന് ഉയർന്ന് ഒരു മുന പോലെ വളരെ മനോഹരമായ സൗന്ദര്യത്തിന്റെ അടയാളമായി പറയുന്നതാണത്. അഖ്നൽ അൻഫ്.
യംലഉൽ അർള ഖിസ്തൻ വഅദലൻ കമാ മുലിഅത് ദുൽമൻ വജൗറാ. ഈ ഭൂമിയെ നീതി കൊണ്ട് നിറക്കുന്നതാണ്. യംലഉൽ അർള ഖിസ്തൻ വഅദല, നീതി കൊണ്ട് ഈ ഭൂമിയെ അവർ നിറക്കും. കമാ മുലിഅത് ദുൽമൻ വജൗറാ, അക്രമം കൊണ്ടും അനീതി കൊണ്ടും ഭൂമി നിറഞ്ഞു കഴിയുമ്പോൾ ആ ഭൂമിയെ നീതി കൊണ്ട് നിറക്കാൻ വരുന്ന എന്റെ അഹ്ലുബൈത്താണ്, സയ്യിദ് കുടുംബത്തിൽ വരുന്ന ആളാണ് ഇമാം മഹ്ദി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യംലികു 7 സിനീൻ, 7 വർഷമായിരിക്കും അവർ അധികാരം നടത്തുക. ഇവിടെ ഹബീബായ നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ണിൽ കാണുന്ന പോലെ അല്ലാഹുവിന്റെ ഹബീബ് വിവരണങ്ങൾ തന്ന ഏതാനും ചില ആളുകളുണ്ട്. മസീഹ് ദജ്ജാൽ എങ്ങനെയാണ്, ഈസ നബി അലൈഹിസ്സലാമിന് എങ്ങനെയാണ്, ഇമാം മഹ്ദി തങ്ങൾ എങ്ങനെയാണ്. നബി തങ്ങൾ നമ്മൾ നോക്കി കാണുന്ന പോലെ കൃത്യമായി നമുക്ക് വിവരണം തന്നിട്ടുണ്ട്. ആര് ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചു വന്നാലും, ഞാൻ മഹ്ദിയാണെന്ന് പറഞ്ഞാലും തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പം വിവരമുള്ള ആളുകൾക്ക്. യഖ്റുജു ഫീ ആഖിരി ഉമ്മത്തിൽ മഹ്ദി യസ്ഖീഹില്ലാഹുൽ ഗൈസ്. ഈ ഉമ്മത്തിന്റെ അവസാനത്തിലാണ് ഇമാം മഹ്ദി വരുന്നത്. ഈ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ അല്ലാഹു തആല ധാരാളം മഴ നൽകും അവർക്ക്. വതുഖ്രിജുൽ അർദു നബാതഹാ, ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ ധാരാളമായി മുളച്ചു പൊന്തും. വയുഅ്തിൽ മാല സുഹാഹൻ, സ്വഹാബിമാർ ചോദിച്ചു വമാ സുഹാഹൻ യാ റസൂലല്ലാഹ്, മഹാനവറുകൾ സമ്പത്ത് വീതിച്ചു കൊടുക്കുന്നത് യുഅ്തീഹി ബൈനന്നാസി ബിസ്സവിയ്യ, എല്ലാവർക്കും ഒരുപോലെ നീതിയോടുകൂടെ സമ്പത്ത് വിതരണം ചെയ്യുകയും വതക്സുറുൽ മാഷിയ, കന്നുകാലികൾ വർദ്ധിക്കുകയും വതഅലമുൽ ഉമ്മ, ഈ ഉമ്മത്തിന് അഭിവൃദ്ധി ഉണ്ടാവുകയും വയഈഷു 7 ഔ 8, 7 ഓ 8 വർഷം ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യുന്ന എന്റെ ബന്ധുവാണ് ഇമാം മഹ്ദി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൻ തഹ്ലിക ഉമ്മത്തുൻ അന ഫീ അവ്വലിഹാ വഈസ ഇബ്നു മറിയം ഫീ ആഖിരിഹാ വൽ മഹ്ദി ഫീ വസതിഹാ. ഈ ഉമ്മത്തിന് എങ്ങനെയാണ് നാശമുണ്ടാവുക, ഈ ഉമ്മത്തിന് എവിടെയാണ് പരാജയമുണ്ടാവുക? അന ഫീ അവ്വലിഹാ, ഞാൻ ഈ ഉമ്മത്തിന്റെ ആദ്യത്തിലുണ്ടല്ലോ. വഈസ ഇബ്നു മറിയം ഫീ ആഖിരിഹാ, ഈ സമുദായത്തിന്റെ അവസാന കാലം ഏറ്റെടുക്കുന്നത് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ആണെങ്കിൽ എവിടെയാണ് ഈ ഉമ്മത്തിന് പരാജയം ഉണ്ടാവുക? വൽ മഹ്ദി വരുന്നുണ്ട് ഫീ വസതിഹാ, അതിനിടയിൽ എന്റെയും ഈസ നബിയുടെയും ഇടയിൽ ഇമാം മഹ്ദി വരികയും ഞാനും മഹ്ദിയും ഈസാ നബിയും ഉള്ള ഒരു സമൂഹത്തിന് എവിടെന്നാണ് പരാജയം ഉണ്ടാവുക? അവർ പരാജയപ്പെടുകയില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഹദീസുകൾ ആദ്യം പറയട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്ന ഹദീസ് ഉമ്മു സലമ ബീവിയാണ് പറയുന്നത്. ഇമാം ഹാക്കിം എന്നവരെ അബൂ ദാവൂദ് എന്നവർക്ക് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് അലാ സ്വഹീഹി ഷർത്തൈൻ. അൽ മഹ്ദി മിൻ അച്റതി മിൻ വൽദി ഫാത്തിമ, ഫാത്തിമ ബീവിയുടെ പരമ്പരയിലൂടെ വരുന്ന ആളാണ് ഇമാം മഹ്ദി എന്ന് പറയുന്ന നേതാവ്. മുസ്ലിം ഉമ്മത്തിന്റെ രാഷ്ട്രീയവും ആത്മീയവുമായി നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്ന ഒരാൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം തുർമുദിയിൽ കാണാം, അബൂ ദാവൂദിൽ കാണാം. ലൗ ലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗം, ലോകാവസാനത്തിന്റെ മുമ്പ് ഒരേ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് വിചാരിക്കുക. ഒരേ ഒരു ദിവസമുള്ളൂ എങ്കിൽ തന്നെ ലതവ്വലല്ലാഹു ദാലികൽ യൗം, ആ ദിവസം അല്ലാഹു ദീർഘിപ്പിച്ചു കൊണ്ടുപോവുകയും ഹത്താ യബഅഥ ഫീഹി റജുലൻ മിന്നി ഔ മിൻ അഹ്ലി യുവാതി ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മ അബീ. ലോക അവസാനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേ എന്ന് വിചാരിക്കുക. ആ ദിവസത്തെ അല്ലാഹു നീട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് എന്റെ അഹ്ലുബൈത്തിൽപ്പെട്ട ഒരാളെ അല്ലാഹു ഇവിടെ നിയോഗിക്കും. അവരുടെ പേര് എന്റെ പേരാണ്, മുഹമ്മദാണ് അല്ലെങ്കിൽ അഹ്മദാണ്. അവരുടെ ഉപ്പായുടെ പേര് എന്റെ പിതാവിന്റെ ഉപ്പയുടെ പേരാണ്, അബ്ദുല്ലാഹി എന്നാണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അല്ലെങ്കിൽ അഹ്മദ് ബിൻ അബ്ദുല്ലാഹി എന്ന പേരുള്ള സയ്യിദ് കുടുംബത്തിലെ ഒരാളാണ് ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ഈസ നബിയുടെ വരവിന് മുമ്പ്, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ വലിയത് സംഭവിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ ഇടയിൽ വരുന്ന ഇമാം മഹ്ദി എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവിധങ്ങൾ തന്നെ പറഞ്ഞൊരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നത്, വിവിധങ്ങളായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാം. മലക്കൽ അർള അർബഅ,
മലക്കൽ അർള അർബഅ മുഅ്മിനാൻ വകാഫിറാൻ. ഈ ലോകം ഭരിച്ചത് 4 പേരാണ്. ലോകം ഒന്നാകെ ഭരിച്ചത്. ലോകം ഒന്നാകെ ഭരിച്ചതിൽ 2 വിശ്വാസികളുണ്ട്, 2 അവിശ്വാസികളുണ്ട്. ദുൽഖർനൈൻ വ സുലൈമാൻ അലൈഹിസ്സലാം. ദുൽഖർനൈൻ അതുപോലെ സുലൈമാൻ അലൈഹിസ്സലാം, ഇവരാണ് സത്യവിശ്വാസികളായ 2 ലോകം ഭരിച്ച ഭരണാധികാരികൾ. വൽ കാഫിറാൻ, അവിശ്വാസികളായ 2 പേർ, അന്നമ്രൂദ് വ ബുഖ്തുനസർ, നമ്രൂദും നെബുക്കദ്നേസറുമാണ്. വസയംലികുഹാ ഖാമിസും മിൻ അഹ്ലി ബൈതി, എൻ്റെ അഹ്ലു ബൈത്തിൽ നിന്ന് 5-മതൊരാൾ ഈ പ്രപഞ്ചത്തിന്റെ ഭരണം കൈയാളുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇബ്നുൽ ജൗസി തന്റെ താരീഖിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ആരാണ് ഈ മഹാനെന്ന് നമ്മൾ ചർച്ചയിലേക്ക് കടക്കുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. സയ്യിദന്മാർ, പാണക്കാട് സയ്യിദന്മാർ, മഹാന്മാരായ കുമ്പോൽ സയ്യിദന്മാർ, വിവിധങ്ങളായ ഖബീലകളിൽ നമ്മുടെ രാജ്യത്തുള്ള സയ്യിദന്മാർ, മുസ്ലിം രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ, അല്ലാത്തിടത്ത് സൗത്ത് ഈസ്റ്റിൽ, ഈസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ നിബിതങ്ങളുടെ സയ്യിദന്മാർ, സയ്യിദ് കുടുംബം അവശേഷിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയ വസ്തുതയാണ്. എന്നാലും ഒന്ന് സൂചിപ്പിക്കട്ടെ. നിബിതങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത് ഫാത്തിമ ബീവിയിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോൾ ഫാത്തിമ ബീവിയിലൂടെ അവർക്ക് ജനിച്ച 2 മക്കളുണ്ട്, ഹസൻ അൽ ഹുസൈൻ, ഹസൻ എന്നവരും ഹുസൈൻ എന്നവരും. അവരിലൂടെ ലോകത്ത് വരാൻ പോകുന്ന ഹബീബിന്റെ ചോരയുടെ ആ ഒരു അംശമുള്ള നബിയുടെ കുടുംബം അഹ്ലു ബൈത്ത്, അവരാണ് നമ്മൾ അഹ്ലു ബൈത്ത് എന്ന് പറയാ. നബിയുടെ മോള് നബി തങ്ങളുടെ ആൺമക്കളെ പോലെ തന്നെ കണക്കാക്കണമെന്ന് ഹബീബിന്റെ ഹദീസിലുണ്ട്. നമ്മൾ മനസ്സിലാക്കരുത് ഹബീബിന്റെ മോൾക്ക് ജനിക്കുന്ന മക്കൾ എങ്ങനെയാ നബിയുടെ പേരക്കുട്ടികളാവുക എന്ന്. അത് നബി തങ്ങളുടെ മോള് ഫാത്തിമ ബീവിയുടെ ഭർത്താവ് അലി തങ്ങളുടെ ഖബീലയിലേക്കല്ലേ പോവുക? അല്ല. കുല്ലു നസബിൻ വസുഹിരിൻ, എല്ലാ കുടുംബ ബന്ധങ്ങളും അവസാനിക്കും. ഇല്ലാ നസബി വഹസബി, എന്റെ കുടുംബ ബന്ധമല്ലാതെ എല്ലാം നാളെ നശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസൻ എന്ന നബി തങ്ങളുടെ പിഞ്ചുമോനെ തലയിൽ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഹസനെ, എല്ലാ കുടുംബ ബന്ധങ്ങളും നാളെ പരലോകത്ത് ഉപകാരം ചെയ്യാതെ വരുമ്പോൾ എന്റെ മോൻ ഈ ഹസനിന്റെ കുടുംബം നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് റസൂലുള്ളാഹ്, അത് എന്റെ കുടുംബമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഒരു പെൺകുട്ടിയെ, നമ്മുടെ ഒരു മോളെ കാണുന്ന പോലെ നബി തങ്ങളുടെ മോളെ കണ്ടുകൂടാ. ഹബീബിന്റെ ആൺമക്കളും പെൺമക്കളും ഒരുപോലെയാണ്. ഫാത്തിമ ബീവിയിലൂടെ ജനിക്കുന്ന മക്കൾ, നബിക്കൊരു ആൺകുട്ടിയുണ്ടെങ്കിൽ ആ കുഞ്ഞിലൂടെ ജനിക്കുന്ന മക്കളെ നബിയുടെ പരമ്പരയിലേക്ക് ചേർത്തുന്ന പോലെ മുത്ത് നബിയുടെ മോളെ നമ്മുടെ മക്കളെ പറ്റി കാണുന്ന പോലെ കാണാൻ പാടില്ല. ഹബീബിന്റെ കുടുംബം നിലനിൽക്കുന്നത് എന്റെ മോൾ ഫാത്തിമയിലൂടെയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിനോട് മുമ്പ്, ഇമാം മഹ്ദിയുടെ വരവ് നടക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ നടക്കാൻ പോകുന്ന ചില അത്ഭുതങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് കസറത്തുൽ ഖത്ൽ, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത്. കൊലപാതകങ്ങൾ വർദ്ധിക്കും. ഇന്ന ബൈന യദൈ സ്സാഅ ലഅയ്യാമൻ യൻസിലു ഫീഹൽ ജഹ്ലു വയുർഫഉ ഫീഹൽ ഇൽമു വയക്തുറു ഫീഹൽ ഹറജു വൽ മറജ്. മുത്തഫഖ് അലൈഹി ആയ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ്. ഇന്ന ബൈന യദൈ സ്സാഅ, അന്ത്യനാളിന്റെ മുമ്പുണ്ട്, ലഅയ്യാമൻ, ചില ദിവസങ്ങൾ കടന്നു വരാനുണ്ട്. യൻസിലു ഫീഹൽ ജഹ്ലു, ജനങ്ങൾക്ക് വിവരക്കേട് വരും, ദീൻ പഠിക്കാനുള്ള സമയം അവസരങ്ങളില്ലാതെ വരും, മതപരമായ ഇൽമ ജനങ്ങൾക്കില്ലാതെ വരും. ഭൗതികമായി ജ്ഞാനമില്ലെന്നല്ല, യൂണിവേഴ്സിറ്റികൾ ഒരുപാട്, കോളേജുകൾ ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് ഡിഗ്രികൾ, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ മാത്രമുള്ള സംവിധാനം ലോകത്തില്ലാതെ വരും. യുർഫഉ ഫീഹൽ ഇൽമു, സച്ചരിതരായ നല്ല പണ്ഡിതന്മാർ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ നാടുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണത്. സാത്വികരായ സജ്ജനങ്ങളായ അള്ളാഹുവിന് വേണ്ടി ജീവിച്ച സജ്ജനങ്ങളായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് അടക്കം ദീനിന്റെ കാമ്പറിഞ്ഞ ഐഹികമായ ലക്ഷ്യങ്ങളില്ലാതെ, ദീനുകൊണ്ട് സമ്പത്ത് സമ്പാദിക്കാതെ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ച് ജീവിക്കുന്ന സച്ചരിതരായ പണ്ഡിതന്മാർ ലോകത്ത് നിന്ന് ഒന്നൊന്നായി വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നത്. യുർഫഉൽ ഇൽമു വയസ്ബുതൽ ജഹ്ലു, വിവരക്കേടുണ്ടാവുകയും വിവരമില്ലാത്ത ആളുകൾ ബാക്കിയാവുകയും ഇൽമ് അള്ളാഹുവിലേക്ക് അറിയിക്കുന്ന സജ്ജനങ്ങളായ പണ്ഡിതന്മാർ ലോകത്ത് നിന്ന് മരിച്ചു പോവുകയും ചെയ്യുന്നത് അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ആ ഹദീസിന്റെ ബാക്കിയാണ് യക്സുറു ഫീഹൽ ഹറജു വൽ മറജ്, ജനങ്ങൾക്കിടയിൽ കൊലപാതകം വർദ്ധിക്കും. കൊല്ലുന്നത് ഒരു വിഷയമല്ലാത്ത പോലെ മനുഷ്യനെ കൊല്ലുന്ന കാലം.
മനുഷ്യനെ വധിക്കുന്ന കാലം, ചോരയ്ക്ക് വിലയില്ലാതെ മനുഷ്യന്റെ ജീവന് വിലയില്ലാത്ത കാലം അന്ത്യനാളിന്റെ മുമ്പ് വരും. ലോകത്ത് എല്ലായിടത്തും നിങ്ങൾക്കത് കാണാൻ കഴിയുമെന്ന് നുബുവത്തിന്റെ വെളിച്ചത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം മഹദിയുടെ വരവിനെ വിളിച്ചോതുന്ന അടയാളങ്ങളാണ്. ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ വരവിന് ശേഷം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന ചർച്ചയ്ക്ക് മുമ്പ് നമ്മൾ എടുക്കുന്നത്. ഇമാം മഹദി തങ്ങൾ വന്നതിന്റെ ശേഷം അവരിടപെടുന്ന ചില ലോക മഹായുദ്ധങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. ആരെയും പേടിപ്പിക്കുവാനോ വിഷമിപ്പിക്കുവാനോ സങ്കടപ്പെടുത്തുവാനോ അല്ല. പിന്നെന്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ സത്യസന്ധമായ നാവുകൊണ്ട് പറഞ്ഞ ഹദീസുകൾ ലോകത്ത് പുലരുമ്പോൾ എന്തെങ്കിലും നമ്മുടെ പിൽക്കാലത്ത് വരുന്ന ആളുകൾക്കെങ്കിലും ഒന്ന് തോന്നും, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ സത്യമാണല്ലോ ഞാൻ ഈ കാണുന്നത് എന്ന് അവർക്കെങ്കിലും ബോധ്യപ്പെടണം. നമ്മുടെ കാലഘട്ടത്തിലല്ല സംഭവിക്കുന്നതെങ്കിൽ. ഇമാം മഹദി തങ്ങൾ വരുന്നതിന്റെ മുമ്പ് കാണാൻ കഴിയും ഇസ്തിഹ്ലാലുൽ അഗാനി വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങളും അതുപോലെ അശ്ലീലമായ പാട്ടുകളും അനുവദിക്കപ്പെട്ടതാണെന്നും അതിൽ യാതൊരു തകരാറില്ലെന്നും യഥേഷ്ടം ആളുകൾ പാടുകയും കേൾക്കുകയും ആനന്ദിക്കുകയും മ്യൂസിക്കിന്റെ ഇൻസ്ട്രുമെന്റുകൾ മക്കൾക്ക് പോലും വാങ്ങിച്ചു കൊടുക്കുകയും അത് സർവ്വസാധാരണയായി മാറുകയും ചെയ്യുന്നത്. أقوام يستحلون الحر والحرير والخمر والمعازف. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉമ്മത്തിൽ വരാനുണ്ട്, പിൽക്കാലത്ത് വരാനുണ്ട് അഖ്വാമുൻ, ചില വിഭാഗം, യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം അവരെ സാദാ ഹലാല് പോലെ അവർ പെരുമാറും. പഠിക്കുന്ന കാലം, കോളേജുകളിൽ പഠിക്കുന്ന കാലം, അതിന്റെ ശേഷം വിവാഹിതനായതിന്റെ ശേഷം വിവാഹത്തിന്റെ മുമ്പ് വ്യഭിചാരം എന്നത് ഗൗരവം പോലും മനസ്സിലാക്കാതെ സർവ്വസാധാരണമായി ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ്, സൗഹൃദ ബന്ധത്തിന്റെ പേര് പറഞ്ഞ്, പരസ്പരം തമ്മിൽ ധാരണയുണ്ടെങ്കിൽ പിന്നെ ഒരു റേപ്പിന്റെ കുറ്റം പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പരസ്പര ധാരണയോടുകൂടെ വ്യഭിചാരം ഹലാല് പോലെ കാണുന്ന കാലം എനിക്കും എന്റെ ഉമ്മത്തിന്റെ അവസാനങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വൽ ഹരീർ, പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കുന്ന കാലം വരും. വൽ ഖംർ, മദ്യപാനവും മയക്കുമരുന്നും സർവ്വസാധാരണമാവുന്നത് കാണാം. ഹലാല് പോലെ മദ്യപിക്കുന്നത് ഹലാല് പോലെ കാണുന്ന കാലം വരും. അതിൽ കുഴപ്പമില്ലല്ലോ, അത് ആരാ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്ന അവസ്ഥ വരും. മയക്കുമരുന്ന് നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറുന്ന കാലം വരും. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ട് നടക്കുകയും മ്യൂസിക് കേൾക്കുകയോ അത് കമ്പോസ് ചെയ്യുകയോ അത് പാടുകയോ ചെയ്യുന്നതൊന്നും ഒരു പ്രശ്നമല്ലാത്ത കാലം അന്ത്യനാളിന്റെ മുമ്പുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇമാം മഹദിയുടെ വരവിന്റെ മുമ്പ് ഇമാം മഹദി തങ്ങൾ വരാനായെന്ന് എങ്ങനെയാ നമുക്ക് തിരിച്ചറിയാം? ആ വരവിന്റെ അടയാളങ്ങളെ സംബന്ധിച്ചാണ്. ഇത്തിഖാദുൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെൺകുട്ടികൾ ധാരാളം ഉണ്ടാകുന്ന കാലം. അത് ടി വി സ്ക്രീനിലൂടെ ആവട്ടെ, ലൈവ് സ്റ്റേജുകളിലൂടെ ആവട്ടെ. ലയകൂനന്ന ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ, ഈ ഉമ്മത്തിൽ ഭൂമിയിലേക്ക് ആഴ്ചപ്പെടുന്ന അപകടങ്ങൾ കാണാൻ കഴിയും. ഈ ലോകത്തിന്റെ ഗുരു കാരുണ്യവാനായ അള്ളാഹുവിന്റെ കരുണയായ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മളെ ഉണർത്തുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത് എന്ന ഭാവേന. ലയകൂനന്ന ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ, ഈ ഉമ്മത്തിൽ ഭൂമിയിലേക്ക് ആഴ്ചപ്പെടുന്ന അപകടങ്ങൾ വരും. വഖദ്ഫുൻ, ആകാശത്ത് നിന്ന് ശുദ്ധമായ മഴവെള്ളം പെയ്യേണ്ടതിന് പകരം ചരൽക്കല്ലുകൾ മഴയായി വർഷിക്കുന്ന അവസ്ഥ വരും. വമസ്ഖുൻ, മനുഷ്യരുടെ പോലും രൂപം മാറ്റപ്പെടുന്ന മരണങ്ങൾ നടക്കും. വദാലിക, അത് നടക്കാൻ കാരണമാവുന്നത് ഇദാ ശരിബുൽ ഖുമൂർ, സമൂഹം മുഴുവൻ കള്ളുകുടിയന്മാരായി മാറുമ്പോഴാണ്, സമൂഹം മുഴുവൻ മദ്യത്തിനടിമപ്പെടുമ്പോഴാണ്. വത്തഖദുൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെൺകുട്ടികളെ അവർ കാണുകയും കൊണ്ടുവരികയും പാടിപ്പിക്കുകയും ചെയ്യുന്ന കാലം വരുമ്പോഴാണ്. വദറബൂ ബിൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന കാലം. ആ സമയത്ത് നിങ്ങൾക്ക് ഭൂമിയിലേക്ക് ആഴ്ചപ്പെടുന്ന അപകടങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ പറയട്ടെ. ളുഹൂറുൽ ഫഹ്ശി വത്തഫഹുശി, ബദാഅത്തുൽ ലിസാൻ എന്നാണ് ആ വാക്കിനർത്ഥം. അശ്ലീലമായ കാര്യങ്ങൾ മനുഷ്യന്മാർ വിളിച്ചു പറയുന്നത്, അശ്ലീലമായ തമാശകൾ, പറയാൻ പാടില്ലാത്തത്, സാമാന്യ മനുഷ്യത്വമുള്ള ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത്, കേട്ടു നിൽക്കാൻ പറ്റാത്തത്, അത്രയും മോശമായ പദപ്രയോഗങ്ങളും വാക്കുകളും അശ്ലീലങ്ങളും സർവ്വസാധാരണയായി മാറുന്നത് ഈ ഉമ്മത്തിന്റെ അവസാനങ്ങളിൽ കാണാൻ കഴിയും. പിന്നെ പറഞ്ഞു നബി തങ്ങൾ, തഖാറുബുസ്സമാൻ, കാലം അടുത്തേക്ക് വരും, സമയത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. ഒരു വർഷം കഴിയുന്നത് ഒരു മാസം കഴിയുന്ന പോലെ.
ഒരു റമദാനിൽ നിന്ന് അടുത്ത റമദാനിലേക്കുള്ള ദൂരം വളരെ പെട്ടെന്ന്. ഒരു മാസം കഴിഞ്ഞുകൂടുന്നത് ഒരാഴ്ച പോലെ, ഒരാഴ്ച കഴിയുന്നത് ഒരു ദിവസം പോലെ, ഒരു ദിവസം ഈത്തപ്പനയുടെ ഒരു ഓല കത്തിത്തീരാൻ എത്ര നേരം വേണോ അതുപോലെ ദിവസം ചുരുങ്ങിപ്പോകുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സമയക്കുറവൊന്നുമില്ല. 24 മണിക്കൂർ തന്നെയാണ് വിഷയം. മനുഷ്യർ മുഴുവനും തിരക്കിലാണ്, എല്ലാവരും തിരക്കിലാണ്. റോഡിലോടുന്ന സർവ്വവാഹനവും തിരക്കിലാണ്. പക്ഷെ ആരും ഓൺ ടൈം എവിടെയും എത്തുന്നില്ല. ആരും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്ത് തീർക്കുന്നുമില്ല. സമയത്തിൽ നിന്ന് അല്ലാഹു തആല ബറക്കത്ത് എടുത്തു കളയുന്നുണ്ട്. സമയമില്ല എന്ന് പറയുന്നത്, പറ്റുന്നില്ല എന്ന് പറയുന്നത്, ആവുന്നില്ല, ഉദ്ദേശിച്ചു പക്ഷേ നടന്നില്ല. എപ്പോ 2 ആഴ്ചയായി ഒരു ദിവസം ചെയ്യേണ്ട കാര്യം 2 ആഴ്ച കൊണ്ടായില്ല. ഒരു മാസം കൊണ്ട് ചെയ്യേണ്ടത് 1 വർഷം കൊണ്ടായി ആകുന്നില്ല. ഇങ്ങനെ സമയത്തിൽ നിന്ന് ബറക്കത്തുകൾ എടുത്തു കളയുന്ന കാലം അരികത്തേക്ക് വരുന്നതും അന്ത്യനാളിന്റെ മുമ്പുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ളുഹൂറുൽ ഫിതൻ വഉമൂമു ശർരിഹാ. ളുഹൂറുൽ ഫിതൻ, കലാപങ്ങളും കലുഷിതമായ അന്തരീക്ഷങ്ങളും സർവ്വസാധാരണമാവും. രാജ്യങ്ങളിൽ ഇവിടെ ആര് ഭരിക്കുന്നു എന്നതല്ല വിഷയം, അല്ലെങ്കിൽ ഏത് രാജ്യം എന്നതല്ല വിഷയം. മൊത്തത്തിൽ പ്രശ്നകലുഷിതമായ ഒരു കാലം വരും. ളുഹൂറുൽ ഫിതൻ, എവിടെയും കലാപങ്ങൾ, എവിടെയും പ്രശ്നങ്ങൾ, എവിടെയും ഖയോസ്, രാഷ്ട്രീയം അല്ലെങ്കിൽ ഭരണമില്ലായ്മ. എത്രയോ മുസ്ലിം രാജ്യങ്ങൾ അനുഭവിക്കുന്ന വിഷമമാണത്. ളുഹൂറുൽ ഫിതൻ, രാജ്യങ്ങളിലൊന്നാകെ ഫിതനകളും ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ഒരു ആപത്ത് കഴിയുമ്പോഴേക്കും മറ്റൊന്ന്, ഒരു വർഗീയ കലാപം കഴിഞ്ഞാൽ മറ്റൊന്ന്. ഇങ്ങനെ കലാപങ്ങളിൽ നിന്ന് കലാപങ്ങളിലേക്ക്, പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് സമൂഹം നീങ്ങുന്നത് അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാമെന്ന് നമ്മുടെ ഹബീബുനാ റസൂലുള്ളാഹ്. നമ്മളത് ചെയ്യരുതെന്നും കലാപങ്ങൾക്ക് കൂട്ടുനിൽക്കരുതെന്നും സമാധാനം പ്രചരിപ്പിക്കണമെന്നും നിങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്ത് നിൽക്കണം, ഫിത്നക്കാരുടെ കൂടെ പോകരുതെന്നുമുള്ള സൂചനയാണ് നബി ഞങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ അന്ത്യം അല്ലാഹു തആല വീണ്ടും നീട്ടിക്കൊണ്ടുപോകുന്നു. അതിന് അല്ലാഹു തഅ്ജീൽ ചെയ്യാൻ കഴിയും. നമ്മളാണത് കൊണ്ടുവരുന്നത്. നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളെ അല്ലാഹു മാറ്റിമറിക്കുന്നത്. പിന്നെ പറഞ്ഞു നബി ഞങ്ങൾ, തദാഇൽ ഉമമി വതകാലുബുഹാ അലാ ഉമ്മത്തിൽ ഇസ്ലാം. ഭക്ഷണ തളികയിലേക്ക് വിശന്നു നിൽക്കുന്ന ആളുകൾ ഒരുമിച്ച് കൈനീട്ടി ഭക്ഷണം ആർത്തിയോടുകൂടെ തിന്നാൻ കൈനീട്ടുന്ന പോലെ ലോക സമുദായങ്ങൾ, ലോക രാജ്യങ്ങൾ, ലോക സംഘടനകൾ, സംവിധാനങ്ങൾ മുസ്ലിമിനെതിരെ കൈനീട്ടുന്ന കാലം വരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തകാലുബുൽ ഉമം, സർവ്വ സമുദായവും ലക്ഷ്യം വെക്കുന്നത് ഒരു സമുദായത്തെ. സർവരുടെയും ചിന്ത ഒന്നേ ഒന്ന്, മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം. അങ്ങനെ സർവരാലും ഈ ഉമ്മത്ത് വലയം ചെയ്യപ്പെടുകയും ഈ ഉമ്മത്തിനെ മറ്റുള്ളവർ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പ് ഇമാം മഹദി എന്ന എന്റെ വീട്ടുകാരനും എന്റെ ബന്ധുവും വരുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പോവുകയാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട് ചില പെണ്ണുങ്ങൾ, എന്നാൽ അവർ വസ്ത്രം ധരിച്ചില്ല. വിവസ്ത്രയാണെന്ന് പറഞ്ഞുകൂടാ, അർദ്ധവസ്ത്ര ധരിച്ച്. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഒരു ഭാഗം മറക്കുകയും മറ്റൊരു ഭാഗം വെളിവാക്കുകയും ചെയ്ത് അന്യ പുരുഷന്മാർ തന്നെ നോക്കണം, തന്നെ ഒന്ന് തൊടണം, തന്നിലേക്ക് ആകർഷിക്കണം, തന്നെ ഒന്ന് പ്രേമിക്കണം. ആ രീതിയിൽ പെണ്ണുങ്ങൾ വസ്ത്രവിധാനം ചെയ്ത് നടക്കുന്ന കാലം. ശുദ്ധമായ ഹദീസിൽ 1400 കൊല്ലം മുമ്പ് ഹബീബുനാ റസൂലുള്ളാഹി സിൻഫാനി മിൻ അഹ്ലിന്നാർ ലം അറഹുമാ ബഅദ്. 2 വിഭാഗം ആളുകൾ നരകത്തിലേക്ക് പോകുന്നവരാണ്, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റിജാലുൻ മഅഹും സിയാതുൻ കഅദ്നാബിൽ ബഖർ. ചില നിയമപാലകന്മാരെയാണ് ഹബീബ് തങ്ങൾ പറയുന്നത്. ചാട്ടവാറ് പോലെ ഒരു സാധനം കയ്യിൽ പിടിച്ചിട്ട് ജനങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ. നബി തങ്ങൾ പറയുന്നു, ഞാൻ അവരെ കണ്ടിട്ടില്ല, അവര് വരാൻ പോകുന്നവരാണ്. പൊതുജനങ്ങളെ അടിക്കുന്നത്, നിരപരാധികളെ പ്രഹരിക്കുന്നവർ. പിന്നെ പറഞ്ഞു വേറെ ഒരു വിഭാഗം, എന്നാൽ വസ്ത്രമില്ലാതെ നടക്കുന്ന, പൂർണ്ണ വസ്ത്രം ധരിക്കാതെ നടക്കുന്ന പെണ്ണുങ്ങൾ. മുമീലാത്തുൻ, പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും കൊതിച്ചു നടക്കുന്നവർ. മായിലാത്ത്, തന്നിലേക്ക് അന്യൊരു പുരുഷൻ ആകർഷിക്കണം, അവൻ എന്നെ സ്നേഹിക്കണം, അവൻ എന്റെ പിന്നാലെ വരണം എന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന പെൺകുട്ടികൾ എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈപിടിച്ച് സുഹാബികൾ ബൈഅത്ത് ചെയ്യുമായിരുന്നു.
സ്ത്രീകൾ ബൈഅത്ത് ചെയ്യാൻ വരുമ്പോ നബി തങ്ങൾ പറയും ലാ ഉസ്വാഫിഹുൻ നിസാ, എന്റെ ഭാര്യമാരുടെ കൈയല്ലാതെ ഒരു അന്യ പെണ്ണിന്റെ കൈ ഞാൻ തൊടുകയില്ല. നബി തങ്ങൾ സ്ത്രീകൾക്ക് ബൈഅത്ത് ചെയ്തപ്പോൾ കൈ തൊട്ടിട്ടില്ല. അവരോട് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുംതഹിനയിലെ ആയത്തുകൾ ഓതും നബി തങ്ങൾ. പെണ്ണുങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുമെന്നും നിങ്ങൾ മോഷണം ചെയ്യുകയില്ലെന്നും നുണ പറയുകയില്ലെന്നും കള്ളത്തരം പടച്ചുണ്ടാക്കുകയില്ലെന്നും നിങ്ങൾ അല്ലാഹുവിനെ വെച്ച് സത്യം പറയണം, എനിക്ക് വാക്ക് തരണം, പിന്നെ നിങ്ങൾ വ്യഭിചരിക്കുകയില്ലെന്നും പറയണം. അപ്പോഴാണ് ഹിന്ദ് ബിൻത് ഉത്ബ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ കടിച്ചു തുപ്പിയിരുന്ന ഹിന്ദ്, അന്നവർ മുസ്ലിമത്തല്ല, പിന്നീട് മുസ്ലിമത്തായി ഇസ്ലാമിലേക്ക് വന്നു. അബൂ സുഫിയാന്റെ ഭാര്യയാണ്. ഹിന്ദിനോട് റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ വ്യഭിചരിക്കുകയില്ല എന്ന് വാക്ക് തരണമെന്ന് പറഞ്ഞപ്പോ തലയിൽ കൈവച്ചുകൊണ്ടാണ് ചോദിച്ചത്, അവ തസിനിൽ ഹുറത്തു യാ റസൂലല്ലാഹ്, അടിമ സ്ത്രീകളല്ലാതെ സ്വതന്ത്രകളായ പെണ്ണുങ്ങൾ എപ്പോഴെങ്കിലും വ്യഭിചരിക്കാൻ പോകുമോ നബിയെ? അത് പറയേണ്ടതുണ്ടോ? സ്വതന്ത്രകളായ പെണ്ണുങ്ങൾ അത് ചെയ്യുമോ നബിയെ? അടിമ പെണ്ണുങ്ങളല്ലേ അതൊക്കെ ചെയ്യുന്നത്, ഞങ്ങൾ സ്വതന്ത്രകളല്ലേ, അത് പറയേണ്ടതുണ്ടോ? ആയിഷബീബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുക്കണം ഹിന്ദേ. ആ നബിയെ ഞാൻ അങ്ങേക്ക് ബൈഅത്ത് ചെയ്തു നബിയെ, ഞാൻ വ്യഭിചരിക്കുകയില്ല. പക്ഷേ എന്നിട്ട് പോലും ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ജാഹിലിയത്തിൽ ജീവിച്ച പെണ്ണിനറിയാം വ്യഭിചാരം അത്രക്ക് മോശമാണെന്ന്. അത്ഭുതത്തോടെയാ ചോദിച്ചത്. അവ തസ്നി ഹുറ, സ്വതന്ത്രയായ ഒരു പെണ്ണത് ചെയ്യോ നബിയെ? പറയേണ്ടതുണ്ടോ? ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഹബീബ് തങ്ങൾ പറയുന്നു, അന്ത്യനാളിനോടടുക്കുമ്പോൾ പെൺകുട്ടികളിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്വഭാവം കാണാൻ കഴിയും. എന്നെ നോക്കണം, എന്നെ ആകർഷിക്കണം, എന്റെ കൂടെ വരണം. മായിലാത്തുൻ മുമീലാത്തുൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ്. പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും വേണ്ടി നടക്കുന്ന പെൺകുട്ടികൾ അന്ത്യനാളിന്റെ മുമ്പ് വരുന്നുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ ആ രണ്ട് വിഭാഗവും നരകത്തിലേക്കെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ഒട്ടകത്തിന്റെ പൂഞ്ഞവ് നിൽക്കുന്ന പോലെ തലമുടി കുടുമയാക്കി മേലേക്ക് വെച്ച് ഒരു പ്രത്യേക സ്റ്റൈലിൽ തലമുടി മേലോട്ട് ഉയർത്തി വെച്ച് മുടി കെട്ടി വെച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ ഒരു ഒട്ടകത്തിന്റെ പൂഞ്ഞയാടുന്ന പോലെ അവരുടെ തലക്കെട്ടിന്റെ മീതെയുള്ള മുടിക്കെട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ വരുമെന്ന് നബി തങ്ങളുടെ വാക്കുകളിലുണ്ട്. തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദന റീഹഹാ, അവർക്ക് സ്വർഗ്ഗപ്രവേശനമില്ല, അവരതിന്റെ സുഗന്ധം പോലും അനുഭവിക്കുകയില്ല. വഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി കദാ വകദാ, എന്നാൽ അതിന്റെ വാസന വർഷങ്ങളോളം ഇനിയും യാത്ര ചെയ്യാനിരിക്കെ തന്നെ സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട്. അതുപോലും ഈ പെണ്ണുങ്ങൾക്ക് ലഭിക്കുകയില്ലെന്നും ഈ നിയമപാലകന്മാർ പൊതുജനങ്ങളെ ചാട്ടവാറ് കൊണ്ടടിക്കുന്ന നിയമപാലകന്മാരും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് നുബുവത്തിന്റെ വെളിച്ചത്തിൽ വഹയിന്റെ പ്രഭയിൽ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് തന്നെ പറയട്ടെ, സയകൂനു ഫീ ആഖിരി ഉമ്മതി, അന്ത്യനാളാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും റിജാലുൻ യർകബൂന അലാ സുറൂജിൻ കഅശ്ബാഹിർ റിഹാൽ, കാറുകൾ ഉണ്ടാകുമെന്ന്. വാഹനം, നമ്മൾ ഓടുന്ന വാഹനം, ബസ്, കാറ്, ട്രെയിന്, ഫ്ലൈറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ. എന്നാൽ നിരത്തിൽ ഓടുന്ന വാഹനങ്ങളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞ ഹദീസാണത്. സയകൂനു ഫീ ആഖിരി ഉമ്മതി, എന്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടം, നമുക്കങ്ങനെ തോന്നുന്നു പോലുമില്ല, അവസാന കാലഘട്ടം. റിജാലുൻ, ചില ആളുകളെ കാണാം നിങ്ങൾക്ക്, യർകബൂന, അവർ വാഹനം കയറുന്നു, അലാ സുറൂജിൻ, സുറൂജ് എന്ന് പറഞ്ഞാൽ മെത്തകൾ എന്നാണ്, ഇരിക്കാൻ നല്ല സുഖമുള്ളത്. ഒട്ടകത്തിന്റെ കട്ടിൽ പോലെ എന്ന് പറഞ്ഞാൽ മനോഹരമായി മിനുമിനുത്ത സീറ്റുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നവർ. എന്നാൽ അത് ഒട്ടകങ്ങളല്ല എന്നും ഹബീബുനാ റസൂലുള്ളാഹ്. അത് വാഹനമാണ്, എന്നാൽ അത് മൃഗങ്ങളല്ല. ഒട്ടകക്കട്ടിലുകൾ പോലെ ഇരിക്കാനും ചാരിരിക്കാനും കഴിയുന്ന മെത്തയുടെ സൗകര്യം പോലെയുള്ള നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. യൻസിലൂന അലാ അബ്വാബിൽ മസാജിദ്, അവർ പള്ളികളുടെ മുമ്പിൽ വന്ന് വാഹനം ഇറങ്ങും. അതുകൊണ്ടാണ് പള്ളികൾക്ക് പാർക്കിംഗ് ഇപ്പൊ വേണം. പാർക്കിംഗ് ഇല്ലാത്ത പള്ളിക്ക് ജുമുഅക്ക് വരാൻ പറ്റാത്തവരുണ്ട്, വാഹനം പാർക്ക് ചെയ്യാൻ സംവിധാനമില്ല. യൻസിലൂന അലാ അബ്വാബിൽ മസാജിദ്, പള്ളികളുടെ മുമ്പിൽ വന്നവർ ഇറങ്ങും, ഈ വാഹനങ്ങളിൽ വന്ന് ഇറങ്ങും. നിസാഉഹും കാസിയാതുൻ ആരിയാത്, പുരുഷന്മാർ പള്ളിയിൽ പോകുന്നവരാണ്, എന്നാൽ അവരെ പെണ്ണുങ്ങൾ ശരീരം പോലും മുഴുവൻ മറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളായിരിക്കും. അങ്ങനെയുള്ളവർ എന്റെ ഉമ്മത്തിൽ വരാൻ പോകുന്നുണ്ട് എന്ന് റസൂലുള്ളാഹ്. ഇൽഅനൂഹുന്ന, ആ പെണ്ണുങ്ങളെ നിങ്ങൾ ശപിച്ചേക്കണമേ. ഫഇന്നഹുന്ന മൽഊനാതുൻ, അവർ ശപിക്കപ്പെട്ടവർ തന്നെ. ലൗ
ലൗ കാന വറാഅകും ഉമ്മത്തും മിനൽ ഉമം, നിങ്ങൾക്ക് ഇനിയും കാലം ജീവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ലഖദ്മിന നിസാഉകും നിസാഅഹും, അറബികളായ പെണ്ണുങ്ങൾ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേലക്കാരികളായി ജോലിക്ക് പോകുന്ന കാലം വരും. അറബികളായ പെണ്ണുങ്ങൾ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇപ്പൊ അനർബികളായ പെണ്ണുങ്ങൾ അറബി പെണ്ണുങ്ങൾക്ക് സേവനം ചെയ്യാൻ വീട്ടുവേലക്ക് പോകുന്നുണ്ട്. ആ കാലം മാറിയിട്ട് ഇനിയൊരു കാലം നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ലഖദമിന നിസാഉകും നിസാഅഹും കമാ യഖ്ദിംനകും നിസാഉൽ ഉമമി ഖബ്ലകും. മുസ്ലിമേതര സമുദായങ്ങൾ അറബികളുടെ വീടുകളിലേക്ക് ജോലിക്ക് വരുന്ന പോലെ ഇനി ഒരു കാലം വരും, അറബി പെണ്ണുങ്ങൾ മറ്റുള്ളവർക്ക് ജോലിക്ക് പോകുന്ന കാലം വരുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മഹ്ദി തങ്ങൾ വരുന്നതിന്റെ മുമ്പുള്ള കാലം യകൂനു സലാമു ലിൽ മഅരിഫ, അറിയുന്നവരോട് മാത്രം സലാം പറയുന്ന കാലം വരും. മുസ്ലിമീങ്ങളായ ആളുകൾ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയിൽ ജീവിക്കുന്നവരെ, അഹ്ലുൽ മഅരിഫ, തന്റെ ആളുകൾക്ക് മാത്രം, തന്റെ സംഘടനയിലുള്ള ആളുകൾക്ക് മാത്രം, അങ്ങനെ സ്വന്തം അറിയുന്നവരോട് മാത്രം, ലിൽ മഅരിഫ, താൻ അറിയുന്ന തന്റെ പ്രസ്ഥാന ബന്ധുക്കളോട് മാത്രമല്ലാതെ മുസ്ലിമീങ്ങളോട് പൊതുവെ സലാം പറയുന്ന സംവിധാനം ഇല്ലാതെയാവുകയും സ്വന്തം ആളുകളോട് മാത്രം സലാം പറയുന്ന സലാമുലിൽ മഅരിഫ, സ്വന്തക്കാരോട് മാത്രം പറയുന്ന സലാം അന്ത്യനാളിന്റെ മുമ്പുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യക്സുറുൽ കദിബു വയഅമ്മു, കളവ് വർദ്ധിക്കും, നുണ പറയുന്നത് വർദ്ധിക്കും, കള്ളം പറയുന്നത് സർവസാധാരണം. തഖാറുബുൽ അസ്വാഖ്, നിബിധങ്ങൾ പറയുന്നു മറ്റൊന്ന്, തതഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരും, ടൗണുകൾ അടുത്തു വരും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മുമ്പുണ്ടായിരുന്ന മടിയനിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്കുള്ള ദൂരമാണോ? ഇപ്പോ ഇവിടെ വിട്ടാ പിന്നെ ഒരു ടൗൺ കിട്ടണമെങ്കിൽ കാഞ്ഞങ്ങാട് എത്തണം, അല്ലെങ്കിൽ ഒന്ന് കുറച്ചങ്ങോട്ട് മേൽപ്പറമ്പ് എത്തണം. കാലം മാറിയിട്ട് അങ്ങാട് റോഡ് സൈഡ് മുഴുവൻ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ. അങ്ങാടികളൊന്നും മറ്റൊന്നിനോട് ചേർന്നുകൊണ്ട് എവിടെയാണ് ഒരു ടൗൺ അവസാനിക്കുന്നത് എന്ന് പോലും കാണാൻ കഴിയാതെ ടൗണുകളുമായി മുട്ടുന്ന വിധം കച്ചവട സ്ഥാപനങ്ങൾ വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വിചാരിക്കുന്നു ഇതെല്ലാം സർവ്വസാധാരണമല്ലേ എന്ന്. ഈ സർവ്വസാധാരണമെന്ന് തോന്നുന്നവയാണ് സത്യത്തിൽ ചെറിയ അടയാളങ്ങളിൽ നബിതങ്ങൾ പറഞ്ഞത്. ഇത് കഴിഞ്ഞാലാണ് ഇമാം മഹ്ദി തങ്ങളുടെ വരവിന്റെ സമയമാവുന്നത്. തതഖാറബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരും. ഒന്നുകൂടെ പറഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിംഗ് വരികയാണിപ്പോ. ഗൾഫ് രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ, ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ അത് വളരെ സർവ്വസാധാരണം. നമ്മുടെ നാടുകളിലുമായി സ്വന്തം ലാപ്ടോപ്പിൽ നെറ്റ്വർക്ക് ഉണ്ടോ, നേരെ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു, വേണ്ട സാധനങ്ങൾ ചൂസ് ചെയ്യുന്നു, അത് ബാസ്ക്കറ്റിലേക്ക് വെക്കുന്നു, പേ ചെയ്യുന്നു, സ്വന്തം വീടിന്റെ മുമ്പിലേക്ക് ഇതാ കൊണ്ടുവരുന്നു. 2 മണിക്കൂർ 6 മണിക്കൂറിനുള്ളിൽ വീടിനുള്ളിൽ നിന്ന് ഓൺലൈനായിട്ട് മനുഷ്യന് ഷോപ്പ് ചെയ്യാൻ കഴിയുന്ന വിധം അങ്ങാടികൾ അടുത്തു വരുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് പോവേണ്ടതില്ല, അങ്ങാടികൾ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്ന കാലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾ നുബുവത്തിന്റെ വചനങ്ങളാണ്. വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിക്കണം. ആ വാക്കുകളുടെ ആഴങ്ങൾ എത്രയാണ്. തതഖാറബുൽ അസ്വാഖ്, ഇങ്ങനെ സാധനം മേടിക്കുന്നത്, ഷോപ്പിംഗ് മനുഷ്യന്റെ ഹരമായി മാറുന്നത്. അങ്ങാടികളിലൂടെ ആണുങ്ങളും പെണ്ണുങ്ങളും സന്ധ്യയോ പകലെന്നോ രാവെന്നോ നോക്കാതെ ഷോപ്പിംഗിന് ഇറങ്ങുന്ന കാലം. തതഖാറബുൽ അസ്വാഖ്. മുത്തനബിതങ്ങൾ പറയട്ടെ, തബാഹിന്നാസ് ഫിൽ മസാജിദി വതഫാഖുറും ബിഹാ, മസ്ജിദുകൾ കോടികൾ ചെലവഴിച്ച് പള്ളികൾ ഉണ്ടാക്കുകയും പാവപ്പെട്ട എത്രയോ ആളുകൾ ഒരു നേരത്തെ മരുന്നിന് വകയില്ലാതെ അതിന്റെ പരിസരങ്ങളിലോ മഹല്ലുകളിലോ ജീവിക്കുമ്പോൾ പള്ളികൾക്ക് വേണ്ടി അനാവശ്യമായ ചെലവുകൾ ഉണ്ടാക്കി മനുഷ്യന്മാർ എന്റെ നാട്ടിലെ പള്ളി കണ്ടോ, ഞങ്ങളുടെ പള്ളി കണ്ടോ എന്ന് സ്വന്തം നാട്ടിലെ പള്ളിയെ പറഞ്ഞ് അഭിമാനം നടക്കുന്ന കാലം. പള്ളികൾക്ക് ചെലവഴിച്ച സംഖ്യയുടെ പേര് പറഞ്ഞ് ആളുകൾ അഭിമാനം പറയുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ترفع الأصوات في المساجد നോക്കണം. അല്ലാഹു തആല അവന്റെ ഹബീബിന്റെ നാവിലൂടെ പറഞ്ഞ എത്രയോ സംഭവങ്ങൾ. ഇമാം മഹദിയുടെ വരവിനെ ശരിവെക്കുന്ന അന്ത്യനാളിന്റെ മുമ്പിലെത്തുന്ന അടയാളങ്ങൾ നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് പേടിക്കുക. തുർഫഉൽ അസ്വാതു ഫിൽ മസാജിദ്, അല്ലാഹുവിന്റെ പള്ളികളിൽ ബഹളങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലാഹുവിന്റെ പള്ളികളിൽ ജുമുഅ നിസ്കരിക്കുവാൻ നിയമപാലകന്മാരെ കൊണ്ടുവരേണ്ട അവസ്ഥ. പള്ളികൾക്കുള്ളിൽ ഉന്തും തള്ളും ബഹളവും അടിയും പിടിയും.
നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പോലും ആണിയടിച്ച പട്ടിക കൊണ്ടുവന്നിട്ട് അടിക്കുക. നിസ്കരിക്കുന്ന മനുഷ്യന്മാരെ മുസ്ലിമിനെ അടിച്ചു വീഴ്ത്തുന്നത്, പള്ളികൾക്കുള്ളിൽ പള്ളികളുടെ അധികാരം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് എന്തെന്നില്ലാത്ത അനാവശ്യമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ തകർക്കുകയും പള്ളികൾക്കുള്ളിൽ ബഹളങ്ങൾ ഉണ്ടാക്കുകയും മസ്ജിദിന്റെ പരിപാലനം ഈ കമ്മിറ്റിയല്ല ഞങ്ങൾക്കാണ് വേണ്ടതെന്ന വിധേന ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഉണ്ടാകുകയും അള്ളാഹുവിന്റെ പള്ളികൾക്കുള്ളിൽ നിന്ന് ദിക്റും സ്വലാത്തും ഖുർആനും ഇബാദത്തും നടക്കേണ്ട സ്ഥലത്ത് ഉന്തും തള്ളും രക്തചിന്തലുകളും ചോരചിന്തലും നടക്കുന്ന കാലം നിങ്ങൾക്ക് ഇമാം മഹദിക്ക് മുമ്പ് കാണാൻ കഴിയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഗൗരവത്തോടുകൂടെ ചിന്തിക്കുക. രാജ്യത്തുള്ള മുഴുവൻ ആളുകളും ഈ വിഷയം മനസ്സിലാക്കുക. നമ്മൾ അനാവശ്യമായ അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും പാടില്ലെന്ന് പറഞ്ഞ വിഷയങ്ങളിലേക്കാണ് എടുത്തു ചാടുന്നത്. പോലീസുകാരുടെ എണ്ണം വർദ്ധിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഷുറത്ത് എന്ന് പറഞ്ഞാൽ പോലീസ് എന്നാണ്. ഷുറത്തിന്റെ പ്ലൂരലാണ്. പോലീസിന് പോലീസ് തന്നെ പറയാം. ഒന്നായാലും രണ്ടായാലും പോലീസ് തന്നെ. ഒരു നിയമപാലകൻ, ഒരുപാട് നിയമപാലകർ. പോലീസിന്റെ എണ്ണം വർദ്ധിക്കുന്ന കാലം വരും. നിയമപാലകന്മാർ കൂടുതൽ. എന്തിന്? ഫസാദ് കൂടുമ്പോ വളരെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുക, എത്രയോ മതവിശ്വാസികൾക്കിടയിൽ, മതമില്ലാത്തവർക്കിടയിൽ സമാധാനത്തോടെ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി വർഗീയമായ കലാപങ്ങൾ ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കുക. അവർ അള്ളാഹുവിനെ പേടിക്കുക. നമ്മൾ സമാധാനപരമായി ജീവിക്കേണ്ട ആളുകളാണ്. കലാപങ്ങൾ ഉണ്ടാക്കേണ്ടവരല്ല. ഉണ്ടായി പോകുന്നവയെ അണക്കേണ്ടവരാണ് നമ്മൾ. അണച്ച് തണുപ്പിക്കേണ്ടവരാണ് നമ്മൾ. സമാധാനം കൊണ്ടുവരേണ്ടവരാണ് നമ്മൾ. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും നമ്മൾ ക്ഷുഭിതരായി ഓടി നശിപ്പിക്കുന്നു, എറിയുന്നു, തകർക്കുന്നു. എന്തിന്? നിയമപാലകന്മാരുടെ വിന്യാസം വർദ്ധിക്കുകയും ഒരുപാട് നിയമപാലകന്മാർ ഒരു മഹല്ലിലുള്ള ആളുകളെക്കാൾ ഏറെ എക്സ്ട്രാ സപ്ലൈ കൊണ്ടുവന്നിട്ട് വേണം ചില രാജ്യങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ, ചില പ്രദേശങ്ങളിൽ, ചില ഏരിയകളിൽ. ഇതുപോലെ നിയമപാലകന്മാരുടെ എണ്ണം വർദ്ധിക്കുകയും ആ എണ്ണം വർദ്ധിക്കാൻ കാരണം പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, ബൈഉൽ ഹുക്ം, കൈക്കൂലി കൊടുത്തിട്ട് സ്ഥാനമാനങ്ങൾ വാങ്ങിക്കുന്ന കാലം വരും. ഒരു സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്താൻ, ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന്റെ, ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് വരാൻ കൈക്കൂലി കൊടുക്കുന്നത്, ഒരു ജോലി കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്നത്, ബൈഉൽ ഹുക്ം, അധികാരം ലഭിക്കാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്നത്, അധികാര കച്ചവടം നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സത്യസന്ധമായ രീതിയിൽ ജനാധിപത്യ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അതിനൊക്കെ മറികടക്കുന്ന വിധത്തിൽ ബൈഉൽ ഹുക്ം നടക്കുന്നില്ലേ? അധികാരങ്ങൾ വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൈക്കൂലി കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ഹദീസ് പറയുന്നു, ബാദിറൂ ബിൽ അഅമാലി സിത്ത, 6 കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതിനു മുമ്പേ നിങ്ങൾ നന്മ ചെയ്തോളൂ. എത്ര വലിയ അത്ഭുതമാണ് ഹദീസുകളൊക്കെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ചിന്തിക്കുക പോലും ചെയ്യാൻ കഴിയാത്ത വസ്തുതകളാണ് അള്ളാഹുവിന്റെ റസൂൽ 1400 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. 6 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. അതിനു മുമ്പ് കർമ്മങ്ങൾ ചെയ്തോളൂ. ഇമാറത്തുസ് സുഫഹാ, വിവരമില്ലാത്ത ആളുകൾ, വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ, അബദ്ധങ്ങൾ ചെയ്യുന്നവർ നേതൃസ്ഥാനങ്ങളിലേക്ക് വരുന്നത്. നിയമപാലകന്മാർ വർദ്ധിക്കുന്നത്. ബൈഉൽ ഹുക്ം, അധികാരങ്ങൾ വിൽക്കപ്പെടുന്നത്. ചോരക്ക് വിലയില്ലാതാവുന്നത്, മനുഷ്യന്റെ രക്തത്തിന് വിലയില്ലാതാകുന്നത്, ചോര ചിന്താൻ പേടിയില്ലാത്തത്, കൊലപാതകങ്ങൾക്ക് പേടിയില്ലാതാവുന്നത്. കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നത്. കുടുംബ ബന്ധത്തിലുപരി ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നത്. സ്വന്തം ചോരബന്ധങ്ങളെ അവഗണിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം മനോഹരമായി ഓതുകയും എന്നാൽ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നവർ. ഖുർആൻ മനോഹരമായി ഓതുന്ന കാലം വരും. يتخذون القرآن مزامير يقدمون أحدهم ليغنيهم وإن كان أقلهم فقها. മെഹ്റാബിലേക്ക് തറാവീഹിന് ഇമാം നിൽക്കാൻ, ജമാഅത്തിന് ഇമാം നിൽക്കാൻ നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾ മനോഹരമായി ഓതുന്നവരാണ്. പക്ഷേ ഫിഖ്ഹുണ്ടോ?
അല്ലാഹുവിന്റെ ദീനിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ദീനിന്റെ മസ്അലകൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കാതെ ഖിറാഅത്ത് മാത്രം നോക്കുകയും അത് പാട്ടുപാടുന്ന പോലെ കേൾക്കാൻ വേണ്ടി ഇമാം നിൽക്കാനുള്ള അർഹതയില്ലാത്ത ആളുകളെ ശബ്ദം മധുരമാണെന്ന മാത്രം കാരണം പറഞ്ഞ് മിഹ്റാബിലേക്ക് നിർത്തുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് 6 വസ്തുതകളെ നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 6 വസ്തുതകൾ പറഞ്ഞു നബി തങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് കാണാനുള്ള വസ്തുതകളാണ്, അന്ത്യനാളിന് മുമ്പ് കാണാൻ കഴിയും. അൻ തുശാരിക്കൽ മർഅതു സൗജഹൽ അമല വത്തിജാറ, ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് കൂടെ ജോലിക്ക് പോകുന്ന കാലം, കച്ചവടത്തിന് പോകുന്ന കാലം, പെണ്ണുങ്ങൾ നല്ലവരായ അച്ചടക്കത്തോടുകൂടെ മക്കൾക്ക് തർബീത്ത് ചെയ്ത് വളർത്തേണ്ട ഉമ്മമാർ, അവർ ജോലിക്ക് കൂടെ പോയാൽ അവർക്ക് വീട്ടിലെ ജോലി ചെയ്യാൻ കഴിയില്ല. പുരുഷന്മാരെ പോലെയല്ല, പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾ നിർബന്ധ സാഹചര്യം